കാരനാണ്. 224 kgs of carbon saved. Wonderful. Third prize goes to Nitin Kumar. Again, 213. എല്ലാവരും 200+, which is indeed a great achievement. ഇത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. സൈക്ലോത്സവം ഒരു നല്ല തുടക്കമാവട്ടെ. ഇവരെല്ലാം നല്ല ചവിട്ടുകാരാണ്. അപ്പൊ ഇനിയും ഇത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സൈക്ലോത്സവം ലീവ് ചെയ്യുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുത്, ഇതേ ചവിട്ട് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വണ്ടർഫുൾ. നമ്മൾ ഒരു കാര്യം കൂടെ തീരുമാനിച്ചു, എല്ലാ മാസവും സെക്കൻഡ് മൺഡേ തൊട്ട് ഉള്ള 1 വീക്ക് ഇതേമാതിരി ഒരു ചലഞ്ച് ചെയ്യാം എന്ന് വിചാരിച്ചു. കുറെ കുട്ടികള് ഈ കിഡ്സിലും സബ് ജൂനിയറിലും വന്ന കുറെ കുട്ടികൾ, വേദമത്രയും സേതുലക്ഷ്മി ഒഴിച്ച് ബാക്കി കുറെ കുട്ടികള് ബിഗിനേഴ്സ് ആണ്. പക്ഷെ അവർ ഭയങ്കര രസമായിട്ട് ചവിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാ മാസവും നമ്മൾ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിന് വിഷ്ണുവിന്റെ ഒക്കെ സഹായം വേണം. ഡെഫിനറ്റ്ലി പ്രകാശ്, നമുക്ക് ഇതുപോലൊരു സന്തോഷം വേറെ എന്താണ്. നമുക്ക് ഒരുപാട് പേര് വരട്ടെ, എല്ലാരും ഹെൽമെറ്റ് വെച്ച് ചവിടണം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. സന്തോഷാണ്. വിഷ്ണു ചെയ്യുന്ന കുറെ നല്ല കാര്യങ്ങള് യൂട്യൂബില് മോണിറ്റൈസേഷനിൽ പൈസ കിട്ടുന്ന വെച്ചിട്ട് കുട്ടികൾക്ക് ഹെൽമെറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഞാനും ഒരു ആക്സിഡന്റലി അതിനൊരു സാക്ഷ്യം വഹിക്കാൻ പറ്റി. ശാസ്ത്രമംഗലത്ത് വെച്ചൊരു കുട്ടിക്ക് ഹെൽമെറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റി എനിക്ക്. ശരിയാണ്. ഞങ്ങളുടെ ഒരു ഹെൽമെറ്റ് അവയർനെസ് ക്യാമ്പയിൻ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കർട്ടൻ റൈസർ ആയിട്ട് നമ്മളൊരു കുട്ടിക്ക് ഹെൽമെറ്റ് കൊടുത്ത് തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ പേരൻസ് കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എന്റെ ഒരു വിനീതമായ അഭ്യർത്ഥന എന്ന് പറയുന്നത്, കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ സൈക്കിൾ ചവിട്ടുമ്പോൾ തന്നെ അവർക്ക് ഹെൽമെറ്റ് വാങ്ങിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ വളർന്നു വരുന്ന ഒരു കുട്ടി ഒരിക്കലും ബൈക്ക് മേടിക്കുമ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ബൈക്ക് മേടിക്കുമ്പോൾ അവർ സ്വന്തമായിട്ടൊരു ഹെൽമെറ്റ് വാങ്ങി വെക്കും. കാർ ഓടിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവർ സ്വന്തമായിട്ട് സീറ്റ് ബെൽറ്റ് വലിച്ചിടും. അവരെല്ലാം ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി മാറും. അപ്പൊ നല്ല ശീലങ്ങൾ തുടങ്ങാൻ ഏറ്റവും നല്ല പ്രായം ഏറ്റവും കുഞ്ഞായിരിക്കുമ്പോഴാണല്ലോ. അപ്പൊ ഇപ്പോഴേ തുടങ്ങുക എന്നാണ് എനിക്ക് പേരൻസിനോട് പറയാനുള്ള ഒരു വിനീതമായ അഭ്യർത്ഥന. നമുക്ക് എല്ലായിടത്തും ഇൻസിസ്റ്റ് ചെയ്യാം, അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം. തീർച്ചയായും. താങ്ക് യു വിഷ്ണു, താങ്ക് യു ഫോർ ബീയിങ് വിത്ത് us. Thank you so much, Prakash. Pleasure. Anubhav. Thank you, Vishnu sir, for declaring the results of the cyclothon, the virtual rally conducted in connection with the Cyclothon Festival on pedals. Now we are moving on to the official function, that is the results of the Cyclothon Festival on Pedals 2020. Various competitions in connection with Cyclothon were conducted, like essay writing, elocution, painting competition and all. And we had a zestful and enthusiastic participants. We can see that how many participants have joined in this evening through their hectic schedule. I hereby, on behalf of the Cyclothon family, welcome our guest of the day, Dr. Indu Subhash Madam, a member of Indus Cycling Embassy, a men's rights activist, pre and post-marriage counselor, who has been awarded the Brahma Kumaris for family harmony, and also is score points of the gender equality, harmony and parenting, and also has a fight against elderly abuse. I heartfully welcome Indu Subhash Madam on behalf of the Cyclothon family. ലക്നൌവിൽ നമുക്കൊരു സുഹൃത്തുണ്ട്, ഇന്ദു സുഭാഷ് ജി, ഡോക്ടർ ഇന്ദു സുഭാഷ്. ഡോക്ടർ ഇന്ദു സുഭാഷ് ആണ് നമ്മുടെ സൈക്ലോത്സവത്തിന്റെ ജനറൽ കാറ്റഗറിയിലുള്ള ഹിന്ദി എസ്ഐയും ഹിന്ദി എലക്യൂഷനും ജഡ്ജ് ചെയ്യാൻ സഹായിച്ച ഒരാളാണ്. മാത്രമല്ല നമ്മുടെ ഒരു ഫാമിലി മാതിരി തന്നെയാണ്, നമ്മൾ ഒരുപാട് നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ദു സുഭാഷ് ആണ് നമ്മുടെ ജനറൽ കാറ്റഗറിയിലെ വിന്നേഴ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇന്ദു സുഭാഷ്, ഡോക്ടർ ഇന്ദു സുഭാഷ്, പ്ലീസ്. Good evening, everybody. Good evening, madam. You are audible. Oh, yes. Thank you so much. Now, over to the senior category of book review. Should I tell the winner's name? Dr. Indu, I will share the screen. You can read it. Anubhav, sir. Dr. Indu, I will share the screen. You can read it. Yes, sir. I will share the screen. You can read it. I request you to address the gathering. We will be sharing the screen so that you could read the results for the audience. I request you to speak
few words to address the gathering, madam, please. Okay. Dear everyone, I think we all are very fortunate witnessing this wonderful cycle Mahotsav. Actually, I don't know Malayalam, so I'm calling this cycle Mahotsav, yani festival of cycle. Or it's very amazing and very, I think, very creative that we are doing something different with cycle in this COVID time. This is excellent thought of Prakash sir and Anubhav sir. And I'm really thankful to Prakash sir that he has invited me as a judge, as a guest. And this festival is definitely create a enthusiasm, craze, and I think we should respect the, I think, cycle. मैं अब साइकिल को बहुत ही क्रेज के साथ देखती हूँ और मुझे लगता है कि मुझे जितना जल्दी हो सके साइकिल सीखनी है और डेफिनेटली नेक्स्ट जो इवेंट होगी in the next event in 2021 we will participate with full zeal and zeal of our area people like North Indian people. And I think Prakash sir has to create another event, another special event for North India, especially Lucknow. So when I am seeing the winners, they are so tiny people. जो बच्चे हैं छोटे छोटे से हैं जो किड्स वाली रैंक में हैं. I congratulate all the winners who have won this competition. Or definitely I'm absolutely very thankful to Prakash sir कि with a new thought, this is very new thought that we are creating a Mahotsav with cycle. So I'm very grateful to sir, and I'm also very grateful to his mother. I'm lucky to get her blessings. So my special thanks to Anubhav, जिन्होंने मुझे टाइम पर मोटिवेट किया एंड इंक्लूड किया प्रोग्राम्स में. तो मेरी तरफ से सबको बहुत सारी बधाई. और अभी तो मैं आपको कुछ खिला नहीं सकती हूँ मीठा मीठा, तो मैं सबको ब्लेसिंग्स दे रही हूँ. माय ब्लेसिंग्स टू ऑल विनर्स एंड थैंक यू सो मच प्रकाश सर. शुड आई अनाउंस द नेम ऑफ बुक रिव्यू विनर्स? Thank you, madam. Thanks a lot. We will be sharing the screen for you. On the screen is first elocution English junior category. Okay. Elocution English junior. This is, I will start from second. The second one is Faiz Ahmed. Can we applause for Faiz Ahmed? This is junior, baby junior. And this is Ananya PT. Congratulations, both of you. First winner is Ananya and second is Faiz Ahmed. Anubhav sir, can you tell me from which area they are? Both are Malayalis, madam. Faiz Achha, and okay, Ananya okay. are Malayalis. Another category of this one junior is Next category first one is senior is elocution English. This is senior, huh? Yes, senior elocution English. The third one is Shilpi Rai. Second is Right, yes, madam. Sudhanshu Shekhar Jha. And hold our breath. The first is Anshu. Nee, Anusha. Anusha AS. AS. Anusha AS. My heartily Correct. congratulations and blessings to Second three and third of prize this- winners are from North India. Third is Shilpi Rai. Second and third are from North India, madam. Acha, this is from North India. Shilpi Rai and Jha. Yes, madam. Oh my God. Yes, madam. Oh my God. They are from North India.
definitely. Another category is elocution. Malayalam kids. Malayalam. Huh. First is Ahana. How old she is? How old she? Ahana. She is? Ahana, you there in the audience? No, madam, we don't remember her age. Acha, okay. My heartily congratulations to Ahana. Now this is elocution Malayalam senior. First one is Arvind L. This is L or I? Yes, ma'am. Arvind L. Arvind L. Now over to SA Malayalam Junior. This is Sanjay Krishnan. Sanjay Krishnan TR. Sanjay Krishnan TR. He is first. Another category, SA Malayalam Senior. Teresa Sethash. Acha, Teresa Sethash. Trisha Satish. अच्छा सतीश ओ नो अच्छा ओके मलयालम में डबल ई आप लगाते हैं टेरेसा सतीश कॉन्ग्रेचुलेशंस टेरेसा सतीश नाउ ओवर टू एसए इंग्लिश किड्स फर्स्ट इज रचिन बोस Rachin Rosh. Sachin Rosh. Now over to SA English Sub Junior. So first is Mukundan Nath M, and second is Silakshmi S. Shri Lakshmi S. Congratulations, both of you. Now, another category is SA English Junior. This is Faiz Ahmed S. I think Faiz has got 2 awards. I think so. Yes, madam. Faiz Ahmed, yes. Congratulations to Faiz and his parents. Now another category, SA English Senior. This is Anusha AS and second is Sheikh Arbia Naz Rafiq. Congratulations, both of you. Now another category, SA Hindi Junior. This is Mamta Basera. Ki Bisaria? Yes, madam. Mamta Basera, हाँ, yes. Congratulations, Mamta. बहुत बहुत बधाई. हमारी तरफ से मिठाई खाइएगा. Now another category is it over? By the way, Mamta is from Uttarakhand, Pitoga. Mamta? He's from Pitoga, Uttarakhand. Acha, Uttarakhand. Okay. Oh, congratulations, Mamta. Now another category is SA Hindi Senior. Now first is Anusha AS. Second is Diksha Negi. And third is Madhur B. So congratulations, Anusha. You have got, I think, 2 awards. 3 awards. 3 awards. Again, congratulations. Now, another category.
photography kits. Oh my God, how lovely. So first one is Joshua. Joshua Huh? Rajesh. Joshua Rajesh Yes, ma'am. Koshi. And second is Rachin Rosh K. Oh, both are brother and sister. I think so. Congratulations, babies. Now another category is sub-junior photography. First is Mukundan Nair M. Second is Sethu Lakshmi BV. Oh my God. Sorry. This is another category, photography sub-junior is Mukundan Nair M first, Sethu Lakshmi BV second, and Nakshatra Sanal is third. Congratulations, three of you. Thank you, madam. Thank you for your cooperation. Another category It is very. Video. of photography junior. Thank you, ma'am. We are. Okay, Anubhav. Is it over? Yes, ma'am. Thank you, ma'am, for. Thank you, ma'am. And now our bicycle mayor Trivandrum will take over from here. I request the cycle Prakash ji, the bicycle mayor of Trivandrum, to announce the rest of the results. Thank you so much. Cycle Thank you so much, Ji. 2020. Thank you, madam. Thank Okay. you, Dr. Indu Subhash, madam. Thank you, sir. Thank you very much. I'm After very this- happy that you have given me such opportunity to announce the results and congratulate the kids. I'm very happy. I think and I wish more and more kids will be in this event and they will be winner from different areas of India. So congratulations to entire team. Thank you very much. Thank you, Dr. Indu Thank you, madam, Subhash. for accepting our request. Please stay online. After this Cyclotsavam results, we have special Cyclotsavam results also. Thank you, sir. We have special guests. You can address them later. Okay. I will be with you. Okay, sir. Okay. So അടുത്തത് സൈക്ലോത്സവം ഫോട്ടോഗ്രാഫിയാണ് ജൂനിയേഴ്സിന്റെ. അതില് ആദർശ് SM ആണ് ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിലെ ഈ കൂട്ടത്തില് ആദർശൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൈയൊക്കെ പൊക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ആരാണ് ആദർശ് എന്നൊക്കെ. സെക്കൻഡ് വന്നിട്ടുള്ള സിൽവർ കിട്ടിയിട്ടുള്ളത് നമ്മുടെ കൃഷ്ണ പ്രമോദാണ്. കൃഷ്ണ പ്രമോദിന്റെ സിസ്റ്ററിനും ഇടയ്ക്ക് വേറെ എന്തോ കിട്ടിയിട്ടുണ്ട്. തേർഡ് കിട്ടിയിട്ടുള്ള ബ്രോൺസ് കിട്ടിയിട്ടുള്ളത് അനു ജയലക്ഷ്മിയാണ്. അടുത്ത നമ്മള് സൈക്ലോത്സവം ഫോട്ടോഗ്രാഫി സബ് ജൂനിയർ ആണ്. അത് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് മുകുന്ദൻ നായർ ആണ്. മുകുന്ദൻ നായർ ഉണ്ടോ ഇവിടെ? സെക്കൻഡ് കിട്ടിയിട്ടുള്ളത് സേതുലക്ഷ്മി VB ആണ്. ഈ സേതുലക്ഷ്മി VB ആണ് നമ്മുടെ സൈക്ലോത്തോണില് സബ് ജൂനിയറിൽ ഫസ്റ്റ് കിട്ടിയത്. സബ് ജൂനിയറിൽ ഫസ്റ്റ് കിട്ടിയാലും സബ് ജൂനിയർ ഫസ്റ്റ് കിട്ടിയെന്ന് മാത്രമല്ല സേതുലക്ഷ്മി നമ്മുടെ സീനിയേഴ്സില് നോക്കുമ്പോൾ തന്നെ സെക്കൻഡ് വന്നൊരു കുട്ടിയാണ്. ഗംഭീരമായിട്ട് സൈക്കിൾ ഓട്ടുന്നതാണ്. സൈക്കിൾ ഓട്ടുന്നത് മാത്രമല്ല കൊറോണയ്ക്ക് അവയർനെസ്സിന് വേണ്ടി സേതുലക്ഷ്മി ഒത്തിരി ചവിട്ടുന്നുണ്ട്. ഇപ്പോഴും ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സേതുലക്ഷ്മി ഉണ്ട്. സേതുലക്ഷ്മിയുടെ അങ്കിള് ജോഷിയും ഉണ്ട്. തേർഡ് കിട്ടിയിരിക്കുന്നത് നക്ഷത്ര സനലിനാണ്. അടുത്ത നമുക്ക് ഫോട്ടോഗ്രാഫി ജൂനിയറിലേക്ക് പോവാം. ഫോട്ടോഗ്രാഫി ജൂനിയർ അത് നമ്മൾ പറഞ്ഞല്ലോ. സോറി, ഫോട്ടോഗ്രാഫി സീനിയറിലേക്ക് പോവാം. സീനിയറിൽ കിട്ടിയിരിക്കുന്ന അനന്യ ബാനർജിയാണ്. ഫോട്ടോഗ്രാഫി സീനിയർ വിന്നർ ഇസ് അനന്യ ബാനർജി. സോ ഇസ് അനന്യ ഹിയർ എനിവേ? നെക്സ്റ്റ് ഈ സൈക്ലോത്സവം പെയിന്റിംഗ് കിഡ്സിന്റെ ആണ്. അത് സനോ വിനോദിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ജോഷ്വ രാജേഷ് കോച്ചിയാണ്.
അടുത്തത് പെയിന്റിംഗ് സബ് ജൂനിയർ ആണ്. Shivani Joshi. The next is painting sub junior. Shivani Joshi is the winner of, and Vartika Joshi is the silver medalist. I hope both are here. അടുത്ത സൈക്ലോത്സവം പെൻസിൽ ഡ്രോയിങ് ആണ്, കിഡ്സിന്റെ ആണ്. അത് ജോഷുവ രാജേഷ് കോശിക്കാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. സിൽവർ കിട്ടിയിട്ടുള്ളത് കമല പ്രമോദാണ്. അടുത്ത നമുക്കുള്ളത് സൈക്ലോത്സവം പെൻസിൽ ഡ്രോയിങ് ആണ്, സബ് ജൂനിയർ. ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ മിന്നൂറ്റി അരുൺ. മിന്നൂറ്റി അരുണ് നമ്മുടെ സൈക്ലോത്തോണിനും പോഡിയത്തിൽ നിന്നിട്ടുള്ളതാണ്. നമ്മുടെ SCTയിലെ അരുണിന്റെ മകളാണ്, മിടുക്കിയാണ്. അടുത്തത് പെൻസിൽ ഡ്രോയിങ് ജൂനിയർ ആണ്, നിയത ആർജയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് സിൽവർ ശ്രീകല എസിനാണ്. സൈക്ലോത്സവം pencil drawing senior goes to Qureshi Safia Muhammad Ifran. Qureshi, are you there? കിട്ടിയില്ലായിരുന്നു. സൈക്ലോത്സവം പോസ്റ്റർ മേക്കിംഗ് സബ് ജൂനിയർ ആണ് അടുത്ത് വരുന്നത്. അതില് മിഥുറ്റി അരുണാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. സിൽവർ കിട്ടിയിട്ടുള്ളത് മുകുന്ദൻ നായരമ്മനാണ്. മിഥുറ്റി അരുണും നമ്മുടെ സൈക്ലോത്തോണിന് ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ആയിരുന്നു. ദെൻ കംസ് പോസ്റ്റർ മേക്കിംഗ് ജൂനിയർ. ഫയാസ് അഹമ്മദ് ആണ് പോസ്റ്റർ മേക്കിംഗ് ജൂനിയറിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൈക്ലോത്സവം വീഡിയോഗ്രാഫി കിഡ്സിന്റെ ആണ്. ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ജോഷ രാജേഷ് കോശിയാണ്. സെക്കൻഡ് റച്ചിൻ റോഷ്കയാണ്. ജോഷയുടെ വളരെ രസമായിട്ടുള്ള ഒരു വീഡിയോ, വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ ഭയങ്കര രസം തോന്നുന്നു, ഭയങ്കര ക്യൂട്ടായിട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് വീഡിയോഗ്രാഫി ജൂനിയർ. അരവിന്ദ് എസം ആണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. നിയത ആർജെ ആണ് സിൽവർ കിട്ടിയിട്ടുള്ളത്. അരവിന്ദിന്റെ ബ്യൂട്ടിഫുള്ളി എടുത്തിട്ടുണ്ട്, നല്ല എടുത്തിട്ടുണ്ട്. ഒരു 4 മിനിറ്റിന്റെ ആണ്. നല്ലൊരു ഡോക്യുമെന്ററി ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളതാണ്. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം, എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യാം. നല്ല കാണേണ്ട, നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. Then Cyclosum Videography Senior Ansari Farhan Salim Ahmed. Cyclosum Flower Arrangement Kits Krishna Pramodana gold കിട്ടിയിട്ടുള്ളത്. അതേമാതിരി ജൂനിയർ ആണെങ്കിൽ മിഥുറ്റി അരുൺ, സിൽവർ ശ്രീകലാസ്. അപ്പോൾ നമ്മുടെ സൈക്ലോത്സവത്തിന്റെ റിസൾട്ടുകളെല്ലാം കഴിഞ്ഞു. സോ ഐ വിൽ നൗ ഹാൻഡ് ഓവർ മൈ മൈക്ക് ടു അനുഭവ്. അടുത്തത് നമ്മുടെ പ്രിയങ്കരനായ ബ്രഹ്മൻ സാറ് സ്പെഷ്യൽ കലോത്സവത്തിന്റെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു അനുഭവ്. Thank you, Prakash ji, for announcing the winners of the Cyclosum Festival on Pedals. I hope that all the participants and winners are happy. Participants of the various competitions, don't lose hope. You all did very well. We saw each and every entry. Everyone participated in various competitions with complete zest and enthusiasm. I congratulate all the participants and all the winners. Kudos to all. And don't forget, Cyclosum 2020 will be back again in the second edition, which has been officially announced in the closing ceremony of Cyclosum. Now I hereby welcome Brahmanayagam Shah, one of the family members of ICE, a great personage, a mentor, a one among us person who has always supported us in all the way. We, in connection with the Cyclosum 2020, also had a special Cyclosum for the physically challenged and mentally challenged category, with children with specially abled category. I hereby welcome Brahmanayagam Shah for facilitating the winners of the special category. Sir, please. Brahmanayagam Shah, I hereby invite you to declare the winners of the special Cyclosum 2020. Sir, please. Thank you, Anubhav. Thank you. കേൾക്കാമല്ലോ അല്ലേ ഞാൻ പറഞ്ഞത്? Yes, sir. കേൾക്കാം.
പ്രിയമുള്ളവരെ, മനസ്സ് നന്നാകട്ടെ. ഒരുപാട് സന്തോഷം. ആദ്യമേ എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചു മുമ്പേ ഒത്തിരി വിജയികളുടെ ഫലം ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. വിജയിച്ച എല്ലാവർക്കും നിറഞ്ഞ മനസ്സിന്റെ അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് കാര്യം ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടത്തിന്റെ വിരസതയെ അകറ്റുവാനായി ഒരു ബദൽ യാത്ര എന്നതിനേക്കാളും ഒരു ബദൽ ജീവിത സംവിധാനത്തിൽ തന്നെ കാണിച്ചു തരികയാണ് നമ്മുടെ സൈക്കിളോത്സവം. അപ്പൊ അതിൽ പങ്കെടുത്ത വിജയികൾ കുറച്ച് പേരൊക്കെ ഉണ്ടാവും, പക്ഷെ പങ്കെടുത്തതിലാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും നിറഞ്ഞ മനസ്സിന്റെ അഭിനന്ദനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ സൈക്ലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു നിർദ്ദേശം കഴിച്ചാല്, ഈ ഒരു വലിയൊരു ലോക മേളയിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ കുട്ടികൾക്കും കൂടി അവസരം ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ശരിക്കും ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അപ്പോഴല്ലേ കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ ഇരിക്കൈ നീട്ടിയാണ് ഈ എംബസിയുടെ അമരക്കാരനായ പ്രകാശ് ജി അതിനെ ഏറ്റെടുക്കുന്നത്. പിന്നെ വളരെ വേഗത്തിലായിരുന്നു ഇതിനുള്ള അറിയിപ്പുകളും മറ്റും മുന്നോട്ട് പോയത്. എത്ര ആവേശമുള്ള ഒരു ഇടപെടലായിരുന്നു എന്നറിയാവോ സംസ്ഥാനം ഒട്ടാകെ നിന്ന് ഉണ്ടായത്. ഓൺലൈനിൽ കൂടി ഒരു സൈക്കിളോത്സവം കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാം നടക്കുന്നേ, ഇതൊരു രസകരമായ ഒരു സംഗതിയാണ്. ഈ നടക്കാനായിട്ട് ശരിക്കും ഇതിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന നമ്മുടെ ബൈസിക്കിൾ മേയർ എന്ന് നമ്മൾ ഇഷ്ടത്തോടുകൂടി പറയുന്ന തിരുവനന്തപുരത്ത് 2 മേയറുണ്ട് കേട്ടോ. ഒരാള് നമ്മുടെ കോർപ്പറേഷൻ മേയർ, ഒരാൾ നമ്മുടെ സ്വന്തം ബൈസിക്കിൾ മേയർ. അപ്പൊ അദ്ദേഹത്തിന്റെ വർഷങ്ങളായുള്ള ഒരു തപസ്സിന്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു ലോകമേളയായിട്ട് നടക്കാൻ തന്നെ കാര്യം. ഒന്ന്. രണ്ടാമത്തത്, ഇത് നടത്തിയെടുത്ത സൈക്കിൾ അംബാസഡർമാർ എന്ന് പറഞ്ഞൊരു കൂട്ടം ആൾക്കാരുണ്ട് കേട്ടോ. എന്റെ ദൈവമേ, എജാതി ആൾക്കാരെന്നറിയാം. എല്ലാവരും സ്റ്റുഡൻസ് ആണ്. അവരുടെ ഇത്രയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ ചൂണ്ടിക്കാണാൻ പോകുന്നത് ഈ ഒരു ലോകമേളയെ ഇങ്ങനെ ഒരു വലിയ സംഭവമാക്കി കൊണ്ടെത്തിച്ചതിൽ അവർക്ക് പ്രത്യേക അഭിനന്ദനം കൂടി അർഹിക്കുന്നു. പിന്നെ നമ്മുടെ ഈ സ്പെഷ്യൽ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് സുഹാന എന്നൊരാളുടെ പേര് പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ട്. കാര്യം മുഴുവൻ ആൾക്കാർ ഈ ഫോണെല്ലാം വിളിക്കുമ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയുന്നതും കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു സമഗ്രമായ ഒരു പണിയും കൂടിയാണ്. അപ്പൊ അത് ഏറ്റെടുത്ത് എന്താ പറയുക, ഒരു അമ്മയെ പോലെ തന്നെ കാര്യങ്ങൾ നോക്കി നടത്തിയ സുഹാനയെയും നമുക്ക് പ്രത്യേകം എടുത്ത് സൂചിപ്പിക്കാനുണ്ട്. പിന്നെ എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും നിറഞ്ഞ മനസ്സിന്റെ അഭിനന്ദനം. പിന്നെ റിസൾട്ട് വെറുതെ അങ്ങ് പോയാൽ എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും കൂടി കാണണ്ടേ? ഈ പേരുകൾ മാത്രം ഇതിൽ വന്നാൽ മതിയോ? അപ്പൊ ഈ ആരൊക്കെ എന്തൊക്കെയാന്നുള്ളത് ഒന്ന് വട്ടം കൂടി ഇരുന്നിട്ട് എല്ലാ ആൾക്കാരുടെയും മുഖം ഒന്ന് കാണണ്ടേ? അങ്ങനെ മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ടായ്മ നമ്മൾ വിളിച്ചു കൂട്ടിയത്. ഇപ്പൊ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പ്രസന്റേഷൻ വരുമ്പോൾ മാത്രമേ സ്ക്രീനിൽ നിന്നും ഈ പോകത്തുള്ളൂ. ബാക്കി ചെറിയ ചെറിയ കോളങ്ങളിലായിട്ട് കുഞ്ഞു കുഞ്ഞു മുഖങ്ങളൊക്കെ കാണാം. നേരത്തെയൊക്കെ ഫാമിലിയൊക്കെ ഒരു ചില റിസൾട്ട് ഒക്കെ പ്രഖ്യാപിക്കുമ്പോ ഒരു ഒറ്റ സ്ക്രീനിനുള്ളിൽ കുഞ്ഞ്, അച്ഛൻ, അമ്മ, മക്കളെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന നല്ല രസകരമായ കാഴ്ചകളെല്ലാം ഇതിനകത്ത് കടന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താ പറയുക, പൂട്ടാനാവില്ല മനുഷ്യന്റെ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ വിഷ്ണു പറഞ്ഞു, വിഷ്ണു എല്ലാം സൈക്കിൾ ഓടിക്കുന്ന ആൾക്കാരാണെന്ന്. പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കൗതുകമാണ്. വിഷ്ണുവിന്റെ കയ്യിൽ തന്നെ ഉണ്ട് ചക്രം, കറങ്ങിയല്ലേ പറ്റും. അപ്പോ ഈ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, അതിജീവനത്തിന്റെ ചക്രങ്ങൾ തിരിഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും. ഇനി റിസൾട്ടുകൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പലരും ഇടയ്ക്കൊക്കെ അറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു പൊതുവേദിയിൽ വെച്ച് നമ്മൾ നമ്മുടെ വിജയം പങ്കുവയ്ക്കും. വിജയം എന്നതിനേക്കാളും ഒരു പങ്കാളിത്തം തന്നെ വലിയ ഒരു വിജയമായിരുന്നു. അതിന് സമയം കണ്ടെത്തിയ അധ്യാപകർക്ക്, പിന്നെ ഈ അറിയിപ്പ് കിട്ടുമ്പോൾ സമയം മെനക്കെട്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരുങ്ങാൻ തയ്യാറായ നല്ല അധ്യാപികമാരൊക്കെ ഇതിനുള്ളിലൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ സഹായങ്ങൾ ഇത് പൂരിപ്പിച്ചെത്തിക്കുവാനും ഫോം ഫില്ല് ചെയ്യുവാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ അധ്യാപികമാർക്ക്, രക്ഷിതാക്കൾക്ക്, എല്ലാവർക്കും ഓക്കെ. പിന്നെ ഒരു തടസ്സം കൂടാതെ നടന്നു പോയ എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൊണ്ട് ഇത് ഒരു തടസ്സവുമില്ല നടന്നു പോവുകയും ചെയ്തു. അതിന്റെ പിന്നിലുണ്ടായിരുന്ന എല്ലാവർക്കും നമ്മുടെ നിറഞ്ഞ മനസ്സിന്റെ അഭിനന്ദനം. പിന്നെ ഈ പേര് പറയാൻ അവസരം തന്നല്ലോ, അത് ശരിക്കും പറയാം വലിയൊരു അംഗീകാരവും ഭാഗ്യവും സന്തോഷവുമായിട്ട് ഞാൻ കരുതുന്ന പ്രിയപ്പെട്ട ചങ്ങാതിമാരെ. അപ്പൊ നമുക്ക് റിസൾട്ട് നോക്കാം. അനുഭവം 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 കേൾക്കുന്നുണ്ടോ? അക്ഷയ് സോമൻ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സാർ പറയുന്നത് കേൾക്കാം. അക്ഷയ് അൺമ്യൂട്ട് ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാം.
ഓക്കെ സന്തോഷം. ഇവരുടെ ഈ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ പിന്നെ കിട്ടുമല്ലോ അല്ലേ? യൂട്യൂബിലെല്ലാം കാണാൻ പറ്റുമല്ലോ അല്ലേ? വീഡിയോഗ്രാഫിയിലൊക്കെ നല്ല അതൊക്കെ വളരെ വളരെ സന്തോഷം. ചെയ്ത പ്രവർത്തനങ്ങളിൽ മുഴുവൻ കാണാനും കൂടി ഞങ്ങൾ കാത്തിരിക്കുന്നു എല്ലാവരും. എല്ലാം നമുക്കൊരു സ്ലൈഡ് ഷോയും കൂടെ ആക്കാം. കുട്ടികൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചില പ്രത്യേകിച്ച് ഫ്ലവർ വളരെ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. സ്പെഷ്യൽ ഗ്രൂപ്പിൽ ഇന്നും നല്ല ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു കൊളാഷ് വർക്കിന്റെ സന്ധ്യ ഒരു ആർട്ട് വർക്കിന്റെ ഒരു നല്ലൊരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ മുഴുവൻ ആൾക്കാരുടെയും എന്താ പറയുക കലാവിരുദ്ധം കൂടി കാണാനുണ്ട് പ്രിയപ്പെട്ടവർ. അനുഭവ ലൈനിലുണ്ട്. ഇല്ല, എനിക്ക് കുറച്ചിൻ്റെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, അനുഭവിന്റെ സിസ്റ്റം ഹാങ് ആയിപ്പോയി. എനിക്ക് കുറെ എണ്ണം കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ ഓർഡറിൽ ചെയ്യാം. അപ്പൊ ആ സമയത്ത് അനുഭവം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മീൻസിൽ കുറച്ചെണ്ണം എനിക്ക് തന്നായിരുന്നു, അത് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഈ ഓൺലൈൻ പ്രോബ്ലത്തിന്റെ ഒരു വലിയൊരു സാധനം ഇതുപോലുള്ള ചെയ്ത റേഞ്ച് പ്രോബ്ലങ്ങളൊക്കെയാണ്. അപ്പോ അത് ക്ഷമിക്കാം. ഇതിന്റെ ഒരു പോസിറ്റീവ് സാധനം കാണുമ്പോൾ തന്നെ ചെറിയ ചെറിയ സാങ്കേതിക തകരാറുകളൊക്കെ ഉണ്ടാവും. സാർ കാണാമോ ബ്രഹ്മൻ സാർ? വരുന്നു. സ്പെഷ്യൽ സൈക്കിളോത്സവം കാണുന്നുണ്ട്. അതിൽ മലയാളം എഴുതിയ മക്കളുടെ പേരുകളാണ് ഈ പറയാൻ പോകുന്നത് കേട്ടോ. അതില് മലയാളം ഉപന്യാസം എഴുതിയ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. കിഡ്സ് ഗ്രൂപ്പിന്റെ കാര്യം ഇപ്പൊ പറയാൻ പോകുന്നത്. ജിയാന സണ്ണിയാണ് 3ാം സമ്മാനം അതിൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഓക്കെ, നിവേദിത 2ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു. 1ാം സമ്മാനത്തിൽ എത്തിയിരിക്കുന്നത് ഫാത്തിമ ഫിദയാണ്. കിഡ്സിന്റെ മലയാളം സമ്മാനം നേടിയ ആൾക്കാർ. അപ്പൊ അവർക്കെല്ലാം വലിയ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ നമുക്ക് സമ്മാനിക്കാം കേട്ടോ. അടുത്തത് പറയാം. കിടക്കുന്നേ ഉള്ളൂ. കണ്ടുകൊണ്ട് ഞാൻ പറയുകയും ചെയ്തല്ലോ അത്. ഇനി സബ് ജൂനിയർ വിഭാഗത്തിന്റെ കാര്യമാണ് കേട്ടോ. അതില് മലയാളം സമ്മാനം നേടിയിരിക്കുന്ന ആള് നാദിഷ അഡ്രമ ആണ് സമ്മാനം കിട്ടിയ ആള്. നാദിഷ അഡ്രമ, വലിയൊരു കൈയടി നാദിഷയ്ക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. അടുത്തതായിട്ട് മലയാളം ഉപന്യാസം ജൂനിയർ വിഭാഗത്തിൽ സമ്മാനം കിട്ടുന്നത് ആരെന്നറിയോ നിങ്ങൾക്ക്? ഇമ്മാനുവൽ ആണ് സമ്മാനം നേടിയിരിക്കുന്നത്. ഇമ്മാനുവലിന് ഒരു വലിയ അഭിനന്ദനം കൊടുക്കാം. സന്തോഷം. ഇനി മലയാളം ഉപന്യാസം സീനിയർ വിഭാഗത്തിൽ സമ്മാനം നേടുന്ന ആള് രജനി തങ്കപ്പനാണ്. കൺഗ്രാറ്റുലേഷൻ രജനി തങ്കപ്പൻ. ഇനി നമുക്ക് ഇംഗ്ലീഷിലോട്ട് പോവാം കേട്ടോ. സീനിയർ ലെവൽ ഇംഗ്ലീഷ് വിന്നറായിട്ട് വന്നിരിക്കുന്നത് ജിതിൻ തോമസ് ആണ്. അപ്പോ ജിതിൻ തോമസിന് ഹോൾ ഹാർട്ട് അഭിനന്ദനങ്ങൾ, നിറഞ്ഞ മനസ്സിന്റെ അഭിനന്ദനങ്ങൾ. ഹിന്ദിയിലും നമ്മൾ മത്സരിച്ചിട്ടുണ്ട് കേട്ടോ. ജൂനിയർ വിഭാഗത്തില് സമ്മാനം നേടിയിരിക്കുന്നത് അജിത് ശ്രീധരനാണ്. അജിത്, കൺഗ്രാറ്റുലേഷൻസ്. അജിത്തൊക്കെ ഇവിടെ ഉണ്ടോ? ഗുഡ്. പിന്നെ ഹിന്ദി സീനിയർ വിഭാഗത്തിലും നമ്മൾ മത്സരിച്ചിട്ടുണ്ട്. രാജി ബി ആണ് അതില് സമ്മാനം കിട്ടിയ ആള്. റൈറ്റ്.
If Jahat is there, I request Jahat to present the screen. Good. ജയത്ത് ഷെയർ ചെയ്യുന്നുണ്ട്, കാണാം വർക്കെങ്കിലും? Yes, yes. കാണാം. ഇതെല്ലാം പറഞ്ഞതായിരുന്നു, എസ് എ ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എസ് എയുടെ എല്ലാ വിഭാഗവും പറഞ്ഞു. അത് ജയത്ത് നോർത്തിടും, പറയാത്ത സാർ പറഞ്ഞാൽ മതി. ഓക്കെ, ഗുഡ്. ജൂനിയർ ഇതെല്ലാം പറഞ്ഞിരുന്നു, ഹിന്ദി പറഞ്ഞിരുന്നു. ഫോട്ടോഗ്രാഫിയിലോട്ട് വരികയാണ്. ഇവരൊക്കെ എടുത്ത് ഫോട്ടോസ് കാണാൻ ഞാൻ പറയുമായിരുന്നു കേട്ടോ. ഫോട്ടോ ഒക്കെ കാണാൻ കൊതിയായിട്ട് വയ്യ. എന്താണ്, ഇല്ല മാറ്റിക്കളയരുത് കേട്ടോ. അത് മറ്റൊരു ജൂനിയർ എടുത്ത ഫോട്ടോ എന്താണെന്നുള്ളത് നമുക്ക് കാണാനുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ഇനി വഴിയെ നമുക്ക് സ്ലൈഡ് ആയിട്ടൊക്കെ വരുമായിരിക്കും കേട്ടോ. അപ്പൊ ഫോട്ടോഗ്രാഫി ജൂനിയർ കാറ്റഗറിയിൽ വിജയ് CJ ആണ് 3ാം സമ്മാനം കിട്ടിയ ആള്. ഓക്കെ, വിപിൻ ആറിനാണ് 2ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. ആസാദിയാണ് 1ാം സമ്മാനം നേടിയ ആള്. അപ്പൊ വിജയം നേടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അടുത്തതിലോട്ട് പോട്ടോ. ഫോട്ടോഗ്രാഫി സീനിയർ വിഭാഗത്തിന്റെ റിസൾട്ട് ആണ്. ഈ 3ാം സമ്മാനം ഒരു ടീം വർക്ക് ആണല്ലോ. നിഹാൽ അഹമ്മദും സോജൻ ജോർജും കൂടി ചേർന്നിട്ടാണ് ആ 3ാം സമ്മാനത്തിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. എനിക്ക് ആ രണ്ടുപേരും ഒരുമിച്ച് വന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ടീം വർക്കിന് കൊടുക്കണം ഒരു പ്രത്യേകം അഭിനന്ദനം. ഓക്കെ, 2ാം സമ്മാനം വന്നിരിക്കുന്ന ആള് ജോബി ആന്റണിയാണ്. ജോബി ആന്റണി, കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ സ്പെഷ്യൽ സൈക്കോളജിസം ഫോട്ടോഗ്രാഫി സീനിയർ വിഭാഗത്തിൽ 1ാം സമ്മാനം നേടുന്ന ആള് ജിമൽ ജോസ് ആണ്. ജിമലിനെയൊക്കെ കാണാൻ കൊതിയാവണം. നമുക്ക് സ്ക്രീനിൽ വന്നിട്ട് നിങ്ങളുടെയൊക്കെ മുഖം ഒന്ന് കാണാനുണ്ട് കേട്ടോ. കണ്ട് ഒന്ന് മിണ്ടിയിട്ടൊക്കെ വേണം പോവാനായിട്ട്. സോ കൺഗ്രാറ്റുലേഷൻസ്, സമ്മാനം കിട്ടിയ എല്ലാവർക്കും. ഇനി പെയിന്റിങ്, കലാകാരന്മാർ വരുന്നുണ്ട്. ഇതിലൊക്കെ നല്ല രസകരമായ ടീം വർക്ക് കാണാനുണ്ട് കേട്ടോ. കിഡ്സ് ഗ്രൂപ്പില്, പെയിന്റിംഗ് കിഡ്സ് ഗ്രൂപ്പില് 2 പേരാണ് 2ാം സമ്മാനം നേടുന്നത് കേട്ടോ. നിവേദിത ആൻഡ് സഫയാണ് 2ാം സമ്മാനത്തിൽ അർഹരായിട്ടുള്ള ആൾക്കാർ. 2 പേർക്കും നിറഞ്ഞ മനസ്സിന്റെ അഭിനന്ദനം. 1ാം സമ്മാനം എത്തുന്നത് ദേവതീർത്ഥയും ആദിത്യനും കൂടിയാണ്. അപ്പോ ദേവതീർത്ഥയ്ക്കും ആദിത്യനും സ്പെഷ്യൽ സൈക്കിളോത്സവത്തിന്റെ നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കൺഗ്രാറ്റുലേഷൻസ്. യെസ്, പെയിന്റിംഗ് സബ് ജൂനിയർ വിഭാഗത്തിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. സിൽവർ മെഡൽ കരസ്ഥമാക്കുന്നത് 2ാം സമ്മാനം എത്തുന്നത് ഗോപിക ജി പണിക്കർ ആൻഡ് ഗൗരി പി രാജ്. അവരാണ് അതില് 2ാം സ്ഥാനം നേടുന്ന ആൾക്കാര്. 1ാം സമ്മാനം നേടുന്ന ആൾക്കാര് ഫാത്തിമ ഷാജഹാൻ, ഏഴിമലൈ ശിവാംഗരാജ്. ഈ 2 പേരാണ് അതില് സ്പെഷ്യൽ സൈക്ലോത്സവം പെയിന്റിംഗ് സബ് ജൂനിയറിൽ 1ാം സമ്മാനം നേടുന്ന ആൾക്കാർ. അഭിനന്ദനങ്ങൾ എല്ലാവർക്കും. ഇനി നമ്മൾ പെയിന്റിംഗ് സ്പെഷ്യൽ സൈക്ലോത്സവം പെയിന്റിംഗ് ജൂനിയർ വിഭാഗത്തിന്റെ റിസൾട്ട് പറയുവാണ്. സിദ്ധാർത്ഥാണ് അതിൽ 2ാം സമ്മാനം നേടുന്നത്. 1ാം സമ്മാനം നേടുന്ന ആള് ആൻ മരിയ സെബാസ്റ്റ്യൻ. 2 പേർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത് പോവാം. യെസ്, പെയിന്റിംഗ് സബ് ജൂനിയർ വിഭാഗത്തിന്റെ റിസൾട്ട് ആണ്. ഗോപിക ജി പണിക്കർ ആൻഡ് ഗൗരി പി രാജ്. ഈ 2 പേരുമാണ് 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഫാത്തിമ ഷാജഹാൻ ആൻഡ് ഏഴിമലൈ ശിവാംഗ് രാജ് ആണ് 1ാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ഇതും പറഞ്ഞായിരുന്നു. യെസ്, ഓക്കെ. സ്പെഷ്യൽ അത് പറഞ്ഞില്ല, ഇത് പറഞ്ഞു, ഞാൻ പറയാ പറഞ്ഞു. അടുത്തത് പറയാമോ? സീനിയർ കാണിക്കാവോ? പെയിന്റിംഗ് സീനിയർ. വെരി ഗുഡ്. അപ്പോ സ്പെഷ്യൽ സൈക്കിളോത്സവം പെയിന്റിംഗ് സീനിയർ വിഭാഗത്തിന്റെ വിജയി പ്രദീപാണ് കേട്ടോ. 1ാം സമ്മാനം നേടിയിരിക്കുന്നത് പ്രദീപാണ്. പ്രദീപിന്റെ പെയിന്റിംഗ് ഒക്കെ ഞങ്ങൾ കാണണമെന്നുണ്ട്. അപ്പോ സ്ലൈഡിൽ കൂടി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേക അഭിനന്ദനം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. പെൻസിൽ ഡ്രോയിങ്ങിന്റെ കാര്യം പറയാൻ പോവാണ്. പെൻസിൽ ഡ്രോയിങ്ങില് കിഡ്സ് ഗ്രൂപ്പില് സമ്മാനം നേടിയ നമ്മുടെ കുഞ്ഞു കൂട്ടുകാരി നിവേദിതയാണ് 2ാം സ്ഥാനത്തിലോട്ട് വരുന്നത്.
പിന്നെ ഒന്നാം സ്ഥാനത്തിലോട്ട് എത്തുന്നത് ദേവസേന, ആദിത്യൻ, ഈ 2 പേരുമാണ്. അപ്പോ ആ പെൻസിൽ ഡ്രോയിങ്ങിന് സമ്മാനം കിട്ടിയ കുഞ്ഞു മക്കൾക്കും സൈക്കോളജിസത്തിന്റെ പേരിൽ അഭിനന്ദനങ്ങൾ. ദേ വരുന്നു പെൻസിൽ ഡ്രോയിങ്ങിന്റെ സബ് ജൂനിയർ വിഭാഗത്തിന്റെ റിസൾട്ട് കേട്ടോ. 2ാം സ്ഥാനത്തിൽ വരുന്ന ആള് ജോജോ ജോർജ് ആണ്. 1ാം സ്ഥാനത്തിലോട്ട് വരുന്ന ആള് ഫാത്തിമ ഷാജഹാൻ, പിന്നെ ഗൗരി രാജ്. ഫാത്തിമ ഷാജഹാന്റെ പേര് 1-2 പ്രാവശ്യം കേൾക്കുന്നുണ്ട് കേട്ടോ, മിടുക്കിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അടുത്തത് പറയാവേ. പെൻസിൽ ഡ്രോയിങ്ങിന്റെ ജൂനിയർ കാറ്റഗറി വരികയാണ്. എല്ലാ കാറ്റഗറിയിലും അതിൽ എല്ലാ തലത്തിലും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. വൈഷ്ണവാണ് 3ാം സമ്മാനം കിട്ടിയ ആള് കേട്ടോ, ജൂനിയറിൽ പെൻസിൽ ഡ്രോയിങ്ങിൽ ജൂനിയർ വിഭാഗത്തിൽ. ഡാനിയൽ പൗലോസിന് 2ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ 3 പേരുണ്ട് ഇവിടെ ജൂനിയർ വിഭാഗത്തില് പെൻസിൽ ഡ്രോയിങ്ങിന്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ. അഭിറാം BS ഉണ്ട്, അക്ഷയ് P ഉണ്ട്, കിരൺ K. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. പെൻസിൽ ഡ്രോയിങ് സീനിയർ വിഭാഗത്തിന്റെ സമ്മാനം നേടുന്ന ആള് നിഷ മണിയാണ് കേട്ടോ. നിഷാമണി ഇവിടെ ഉണ്ടോ? നിഷാമണിക്ക് അഭിനന്ദനങ്ങൾ. ഇനി പോസ്റ്റർ മേക്കിങ്ങിന്റെ റിസൾട്ട് ആണ് പറയാൻ പോകുന്നത്. പോസ്റ്റർ മേക്കിങ്ങില് കിഡ്സ് ഗ്രൂപ്പില് സമ്മാനം കിട്ടിയ ആള് ദേവസേനയാണ് കേട്ടോ. ദേവസേനയ്ക്കാണ് 1ാം സമ്മാനം പോസ്റ്റർ നിർമ്മിച്ചതിൽ. അപ്പോ കൺഗ്രാറ്റുലേഷൻസ് ദേവസേന. ഒരു ശ്രീജിത്ത് ഇവിടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഇനി പോസ്റ്റർ മേക്കിങ്ങില് സബ് ജൂനിയർ വിഭാഗത്തിൽ സമ്മാനം നേടിയ ആളിന്റെ പേര് അറിയണ്ടേ നിങ്ങൾക്ക്? അഭിനവാണ് സബ് ജൂനിയറിൽ 1ാം സ്ഥാനം നേടിയ ആള്. അഭിനവ്, വെരി ഗുഡ്, അടിപൊളിയായിട്ടുണ്ട്, കൺഗ്രാറ്റുലേഷൻസ്. ഇനി പോസ്റ്റർ മേക്കിംഗ് ജൂനിയർ വിഭാഗം എല്ലാ ഇതിലും ആൾക്കാർ മത്സരിക്കുന്നുണ്ട് കേട്ടോ. അതാ മത്സരിച്ച് സമ്മാനം നേടിയിട്ടുണ്ട്. ജോനാഥൻ ആണ് അതില് 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ആള്. രാധിക രാജേഷ് ആണ് പോസ്റ്റർ മേക്കിംഗ് ജൂനിയർ ഗ്രൂപ്പിൽ 2ാം സമ്മാനം കിട്ടിയ ആള്. 1ാം സമ്മാനം കിട്ടിയ ആള് ഷിബിനാണ് കേട്ടോ. അപ്പോ ഷിബിനും രാധിക രാജേഷിനും ജോനാഥനും അഭിനന്ദനങ്ങൾ, നിറഞ്ഞ മനസ്സിന്റെ അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ്. ദേ വരുന്നു പോസ്റ്റർ മേക്കിങ്ങിന്റെ സീനിയർ വിഭാഗത്തിന്റെ റിസൾട്ട് കേട്ടോ. അശ്വതിയാണ് അതിൽ 3ാം സ്ഥാനം നേടിയിരിക്കുന്നത്. 2ാം സ്ഥാനം വരുന്നത് മനോമണിയാണ് 2ാം സ്ഥാനം നേടുന്നത്. 1ാം സമ്മാനം അതിൽ വാങ്ങിയിരിക്കുന്നത് സിജോ പൗലോസ് സീനിയർ കാറ്റഗറിയിൽ. അപ്പോ സമ്മാനം കിട്ടിയ സിജോ പൗലോസിനും മനോമാനിക്കും അശ്വതിക്കും സൈക്ലോത്സവത്തിന്റെ അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ്. വീഡിയോഗ്രാഫി സബ് ജൂനിയർ വിഭാഗത്തില് ജോജോ ജോർജ് ആണ് വീഡിയോഗ്രാഫിയില് 1ാം സ്ഥാനം. എന്തായിരിക്കും ഈ ജോജോ ജോർജ് വീഡിയോയിൽ എടുത്തു വെച്ചിരിക്കുന്നത്? എന്തായാലും സമ്മാനം കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമല്ലോ. അപ്പോ വരും, നമ്മുടെ യൂട്യൂബ് ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ആ യൂട്യൂബ് ഇതിൽ നിങ്ങൾക്ക് ഈ മക്കളുടെ എല്ലാം നല്ല വീഡിയോസ് ഇതൊക്കെ കാണാൻ പറ്റും. എന്തായാലും സമ്മാനം കിട്ടിയ ജോജോയ്ക്ക് നമുക്കൊരു അഭിനന്ദനം കൊടുക്കാം. ഓക്കെ, മൂന്ന് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. സ്പെഷ്യൽ സൈക്ലോത്സവത്തിന്റെ വീഡിയോഗ്രാഫി ജൂനിയർ വിഭാഗത്തിന്റെ റിസൾട്ട് ആണ് ഇപ്പൊ പറയുന്നത്. അതിൽ 3ാം സമ്മാനം നേടിയ ചങ്ങാതി രാധിക രാജേഷ് ആണ്. 2ാം സ്ഥാനത്തോട്ട് എത്തുന്ന ആള് ജോനാഥൻ C ജോസ് ആണ് 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. സ്പെഷ്യൽ സൈക്ലോത്സവം വീഡിയോഗ്രാഫി ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനത്ത് എത്തുന്നത് മുന്ന J. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനിയും ഒരുപാട് മത്സരത്തിന്റെ കൂടെ തന്നെ ഇനിയും നല്ല നല്ല സൃഷ്ടികൾ മക്കളെ നിങ്ങളുടെ കയ്യിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും കൂടി ചെയ്യും. വെരി ഗുഡ്.
സീനിയർ ഗ്രൂപ്പിന്റെ വീഡിയോഗ്രാഫി റിസൾട്ട്സ് ആണ് കേട്ടോ. പ്രിയ രാജപ്പനാണ് അതിൽ 3ാം സമ്മാനം നേടുന്നത്. ബിന്ദു രവീന്ദ്രൻ അതിൽ 2ാം സമ്മാനം നേടുന്നു. ബിപിൻ തോമസ് ആണ് സ്പെഷ്യൽ സൈക്കിളോത്സവം വീഡിയോഗ്രാഫി സീനിയർ വിഭാഗത്തിന്റെ 1ാം സ്ഥാനം നേടിയ ആള്. വിജയം നേടിയ ഈ 3 പേർക്കും സൈക്കിളോത്സവത്തിന്റെ അഭിനന്ദനങ്ങൾ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, സ്പെഷ്യൽ സൈക്കിളോത്സവം ഫ്ലവർ അറേഞ്ച്മെന്റ് കിഡ്സ് ഗ്രൂപ്പില് സാവർണികയാണ് സൈക്കിളിൽ ഫ്ലവർ അറേഞ്ച്മെന്റിൽ സമ്മാനം നേടിയ കുഞ്ഞു കൂട്ടുകാരി. അപ്പോ കുഞ്ഞു കൂട്ടുകാരിക്ക് അഭിനന്ദനം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. സമർണിക, കൺഗ്രാറ്റുലേഷൻസ്. ഫ്ലവർ അറേഞ്ച്മെന്റ് സബ് ജൂനിയർ വിഭാഗത്തിൽ എത്തുന്ന ആൾക്കാര് ആദിത്യൻ, ആദിത്യൻ ആൻഡ് അതുൽനാഥ് KS ആണ് ഈ ഫ്ലവർ അറേഞ്ച്മെന്റ് സബ് ജൂനിയർ വിഭാഗത്തില് 1ാം സമ്മാനം നേടുന്ന കൂട്ടുകാർ ചങ്ങാതിമാർ. അവർക്ക് 2 പേർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഓക്കെ, ഫ്ലവർ അറേഞ്ച്മെന്റ് ജൂനിയർ വിഭാഗത്തിലെ സമ്മാന പെരുമഴയാണല്ലോ. JB രാജ് ആൻഡ് മേഘ അവരാണ് 3ാം സമ്മാനം കിട്ടുന്ന ആൾക്കാർ. 2 പേർക്കും അതിൽ അഭിനന്ദനങ്ങൾ നൽകുന്നു. പിന്നെ ജൊനാഥൻ C ജോസ് ആണ് പ്രിയപ്പെട്ടവരെ ഈ ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ജൂനിയർ വിഭാഗത്തിൽ 2ാം സ്ഥാനം എത്തുന്ന ആള്. നോക്കൂ, സുഫിയാൻ S, ശ്രുതി പിള്ളை, ആ 2 പേരാണ് സ്പെഷ്യൽ സൈക്കിളോത്സവം ഫ്ലവർ അറേഞ്ച്മെന്റ് ജൂനിയർ വിഭാഗത്തിൽ 1ാം സമ്മാനം കിട്ടുന്ന ആൾക്കാർ. അവർക്ക് അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവർ. എല്ലാവർക്കും സമ്മാനം കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. യെസ്, സീനിയർ വിഭാഗത്തിലും സമ്മാന പെരുമഴയാണ് കേട്ടോ. 3ാം സമ്മാനം പങ്കുവെക്കുന്ന ആരൊക്കെയാണെന്ന് അറിയാവോ? ഫ്ലവർ അറേഞ്ച്മെന്റിൽ സീനിയർ വിഭാഗത്തില് ആതിര TK, പിന്നെ മനുമാണിയുടെ പേര് 1-2 പ്രാവശ്യമൊക്കെ കേട്ടല്ലോ, സന്തോഷം, കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ദേ വരുന്നു 2ാം സ്ഥാനത്തില് മഞ്ജു മോളും സിദ്ധിയുമാണ് 2ാം സമ്മാനം വാങ്ങുന്ന ആൾക്കാർ. അതിന് കൺഗ്രാറ്റുലേഷൻസ്, അതിന് പ്രത്യേക അഭിനന്ദനം. പിന്നെ സ്പെഷ്യൽ സൈക്കിളോത്സവം ഫ്ലവർ അറേഞ്ച്മെന്റിൽ സീനിയർ വിഭാഗത്തിൽ 1ാം സമ്മാനം വാങ്ങുന്നത് ജോസഫ് ആൻഡ് പ്രിയ രാജപ്പൻ. പ്രിയ രാജപ്പന്റെ പേര് 1-2 പ്രാവശ്യം കേൾക്കുന്നുണ്ട്. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. വിജയികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ സ്പെഷ്യൽ സൈക്കിളോത്സവത്തിന്റെ ഭാഗമായി. ദേ വരുന്നു സ്പെഷ്യൽ സൈക്കിളോത്സവം ജൂനിയർ വിഭാഗത്തില് ബുക്ക് റിവ്യൂവിൽ സമ്മാനം നേടുന്നത് ജിയാന സണ്ണിയാണ് പ്രിയപ്പെട്ടവരെ. അഭിനന്ദനം. ജിയാന സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. പുസ്തകം റിവ്യൂ ചെയ്ത് അത് അയച്ചു കൊടുക്കാനും പറ്റിയതില് വിജയിച്ചതിനും ഒക്കെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സീനിയർ വിഭാഗത്തില് ബുക്ക് റിവ്യൂ സീനിയർ വിഭാഗത്തില് ബിപിൻ തോമസ് ആണ് 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. നിഷാമണി 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അപ്പോ വായന ഇനിയും വളരട്ടെ. ഒരുപാട് സൈക്കിളിന്റെ പേരിലാണെങ്കിൽ പോലും വായനകൾ ഒരുപാട് ഇനിയും വരട്ടെ എന്റെ പ്രിയപ്പെട്ട മക്കളെ. കൺഗ്രാറ്റുലേഷൻസ്. ഓൾമോസ്റ്റ് ആയി എന്ന് തോന്നുന്നു അല്ലേ റിസൾട്ട് എല്ലാം? ഓക്കെ, അപ്പോ കുറച്ച് പേരുടെ ഒരുപാട് പേര് ഇതിൽ പങ്കെടുത്തു കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പേരുടെ പേരുകളൊക്കെ നമ്മൾ ഇവിടെ വായിച്ചു കേട്ടു. അപ്പൊ ബാക്കിയുള്ളവർ നിങ്ങൾ സങ്കടപ്പെടുന്നിരിക്കേണ്ട. എന്റെ പേര് പറഞ്ഞില്ലല്ലോ, എന്നെ വിളിച്ചില്ലല്ലോ എന്നൊന്നും നിങ്ങൾ സങ്കടപ്പെടുന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എല്ലാ പേരും ഇതിൽ പങ്കെടുത്തു എന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇനിയിപ്പോ എന്തായാലും ഈ ഇരിക്കുന്ന സ്ക്രീനിലൊക്കെ പിറകെ ഇരിക്കുന്ന ആൾക്കാർ നമ്മുടെ സ്പെഷ്യൽ കൂട്ടുകാരൊക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് സ്ക്രീൻ ഒന്ന് ഓൺ ചെയ്യാവോ? നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ മൊബൈലിൽ ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻ ഒന്ന് ഓൺ ചെയ്യാവോ? സ്ക്രീൻ വെച്ചാൽ വീഡിയോ നിങ്ങളുടെ മുഖം ഒന്ന് കാണാൻ പറ്റുമോ? ഫേസ് ഒന്ന് കാണാൻ പറ്റുമോ? എല്ലാവരുടെയും ഒരേ സമയം ഫേസ് ഒന്ന് കാണാൻ പറ്റുമോ? എല്ലാ മക്കളുടെയും വിജയിച്ചാലും പങ്കെടുത്താലും ഉള്ള എല്ലാവരുടെയും മുഖം ഒന്ന് കാണാൻ പറ്റുമോ? ഒരു മിനിറ്റ് നേരത്തേക്ക് മതി കേട്ടോ. എല്ലാവരുടെയും മുഖം വന്നോട്ടെ. വെരി ഗുഡ്. അതാ മിന്നി കത്തുകയാണ് കേട്ടോ. മിന്നി തെളിയുമ്പോ നക്ഷത്രങ്ങളുടെ മുഖം ഇങ്ങനെ കാണാം. നേരത്തെ കറുത്ത പടം മാത്രമേ ഉള്ളൂ. കണ്ടോ?
എല്ലാവരുടെയും മുഖത്ത് നല്ല ഒരു ചിരിയും കൂടെ വരട്ടെ. ഒരു നല്ലൊരു ചിരി വരട്ടെ എല്ലാവരുടെയും മുഖത്ത്. ഇനി എല്ലാവരെയും അഭിനന്ദിക്കണം കേട്ടോ. അപ്പൊ ഈ നമ്മളിപ്പോ എവിടെ ഒരു ഓഡിറ്റോറിയത്തിലോ സ്റ്റേജിലോ ഇരുന്ന് പറയുകയാണെങ്കിൽ ഒരു നല്ല കൈയടിയൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ പൊലിപ്പിക്കാൻ പറ്റും. ഇവിടെ കൈയടിക്കാനൊന്നും പറ്റൂലല്ലോ. പക്ഷെ വേറൊരു കാര്യം ചെയ്യാം കേട്ടോ. സ്ക്രീൻ എല്ലാം ഓൺ ആണെങ്കിൽ മുഴുവൻ ആൾക്കാരും കൈതാ ഈ മുഖത്തിനടുത്ത് കൊണ്ടുവച്ചത് ഇങ്ങനെ ഒന്ന് കാണിച്ച് ഇങ്ങനെ 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 എല്ലാ മക്കളും അവിടെ നോക്കട്ടെ. കൈയൊന്ന് അനങ്ങട്ടെ, നോക്കട്ടെ എല്ലാരും. വലിയവരൊക്കെ ചെയ്യാം കേട്ടോ. ഹായ് സിസ്റ്റർ ബിജി, വെരി ഗുഡ്. ഒരു VIP ഉണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തില്. ബാലാവകാശ കമ്മീഷന്റെ ഒക്കെ മെമ്പർ ആയിരുന്ന സിസ്റ്റർ ബിജി സ്പെഷ്യൽ കുട്ടികളുടെ ഒരു അമ്മയാണ് കേട്ടോ. അടിമാലി അല്ലേ സിസ്റ്ററെ? സിസ്റ്റർ നമ്മളോടൊപ്പം എന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ ഈ സ്ക്രീൻ വന്നപ്പോഴാണ് അത് കണ്ടത്. അപ്പൊ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഓക്കെ, ഈ പൂച്ചെണ്ടുകൾ, സന്തോഷത്തിന്റെ പൂച്ചെണ്ടുകൾ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. നമുക്ക് സന്തോഷത്തോടു കൂടി ഇനിയും സൈക്കിളുകൾ ഉരുണ്ടുകൊണ്ടേയിരിക്കും കേട്ടോ. നോക്കൂ, ഓൺലൈനിൽ കൂടി ഒരു സൈക്കിളോത്സവം. ഇതിനകത്ത് എത്ര പേര് സൈക്കിൾ ചവിട്ടും എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. കുറച്ച് പേരൊക്കെ സൈക്കിളൊക്കെ ഡെക്കറേറ്റ് പല ഒരുപാട് പേരൊക്കെ വിളിച്ചിരുന്നു. ഇതിന് സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയിട്ടുള്ളതൊക്കെ പറഞ്ഞതൊക്കെ നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇത് മത്സരത്തിനപ്പുറം നമ്മള് ഒരു ജീവിതത്തിന്റെ ശീലമാക്കാൻ വേണ്ടി ചെയ്തൊരു പ്രവർത്തനമായിട്ട് കണ്ടാൽ മതി. അതിനു വേണ്ടിയിട്ട് ജീവിതം തന്നെ മാറ്റിവെച്ച് നടക്കുന്ന ഒരു എന്താ പറയുക, ഒരു വലിയ മനുഷ്യന്റെ ഒരു സ്വപ്നമാണ് ഈ സൈക്കിളോത്സവം. പ്രകാശ് മാഷിന് പ്രത്യേകം ഈ സമയത്ത് അഭിനന്ദനം നൽകുന്നു. പ്രകാശ് മാഷിന്റെ പ്രിയതമയും ഒപ്പം ഇരിപ്പുണ്ട്. ഇപ്പൊ ആ സൈക്കിളോത്സവത്തിന്റെ ബാനറിൽ ഇരിക്കുന്ന ആള് ഇപ്പൊ അവരാണ്. പിന്നെ ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രയാസ കാലഘട്ടം കിടക്കുന്ന സമയത്തായിരുന്നു ഈ മത്സരം ഇവർ നടത്തിയത്. പത്മിനി ടീച്ചർ, പ്രകാശ് ജിയുടെ പ്രിയപ്പെട്ട അമ്മ, ഇതേപോലെ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് കണ്ടതേ ഉള്ളൂ. എന്താ പറയുക, വിട പറയുന്ന സമയത്ത് പോലും പടം വരച്ചുകൊണ്ട് ഒരു കുട്ടിക്ക്, വീടില്ലാത്ത ഒരു കുട്ടിക്ക്, ഏകദേശം 5 ലക്ഷം 6 ലക്ഷം വിലയുള്ള ഒരു കുട്ടിക്ക് വീടിന് ധനസമാഹരണത്തിന് വേണ്ടി പടം വരച്ച് ആ കുട്ടിയുടെ വീടിന്റെ പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. ഈ പ്രോഗ്രാം തുടങ്ങാൻ 4 ദിവസം മുമ്പ് മാത്രമാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. കാര്യം അച്ഛന്റെ വേർപാടിന്റെ 2 ദിവസം കഴിയുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ പോയി കെനിയെ തോൽപ്പിച്ച് ഇന്ത്യയെ ജയിപ്പിച്ചതൊക്കെ കേട്ടിട്ടുണ്ട്. അമ്മയെ എന്താ പറയുക, യാത്രയാക്കിയിട്ടാണ് ഈ പ്രകാശ് ജി ഈ ഒരു വലിയ ഇവന്റിന്റെ പിറകെ നിങ്ങളോടൊപ്പം നടന്നത്. ഈ ഓൺലൈൻ പ്രോഗ്രാമിന് ചെയ്യുമ്പോൾ ഒത്തിരി സാങ്കേതിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ട്, അറിയാമോ? നേരെ ഒന്നും പറയാൻ പറ്റില്ല. ഇത് ഏതോ ഒരു മൂലയിലിരിക്കുന്ന ഒരാളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെല്ലാം നടപ്പിലാക്കി എടുക്കാന്ന് പറഞ്ഞാൽ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഈ പ്രയാസങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു. അതിൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എല്ലാവരും കൂടി എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. എവിടെ നിന്നൊക്കെയോ ഉള്ള ആൾക്കാർ ഇവിടെ കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമില്ലേ. ഇങ്ങനെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടാണ് സിസ്റ്റർ ബിജി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കാണാനും കൂടി പറ്റിയത്. സിസ്റ്റർ ബിജിയെ രണ്ടാമത് സംസാരിക്കാൻ വിളിക്കണം കേട്ടോ, അനുഭവം. അപ്പോ എന്താ പറയാനും, നിറഞ്ഞ മനസ്സിന്റെ ആശംസകൾ. പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ. എന്താ പറയാ, പ്രകാശിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇനിയും സൈക്കിൾ ചക്രം ഉരുണ്ടുകൊണ്ടേയിരിക്കട്ടെ, നമ്മുടെ മനസ്സിൽ നന്മയുടെ ചക്രങ്ങൾ ഉരുണ്ടുകൊണ്ടേയിരിക്കട്ടെ എന്ന് നിറഞ്ഞ മനസ്സിന്റെ ആശംസകളും കൂടി. ഒന്നും നിർത്താൻ തോന്നുന്നില്ല കേട്ടോ, ഇത് നിൽക്കേണ്ടതല്ല. അപ്പൊ നമ്മളത് അവസാനിപ്പിക്കാതെ നമ്മളിതാ പോകുന്നു. ഓക്കെ, താങ്ക് യു സർ. ഇതിവിടെ അവസാനിക്കുന്നില്ല. അടുത്ത വർഷവും നമ്മൾ ഇതേപോലെ ഒരു ഫെസ്റ്റിവൽ ആയിട്ട് എല്ലാവരും, ഇന്റർനാഷണലി ഉള്ള എല്ലാവരെയും ഒത്തുചേർക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. അടുത്തതായി ഞാൻ ഇന്ത്യൻ സൈക്ലിംഗ് മെമ്പറായ ഒരു മിനിറ്റ്, ഇപ്പൊ ചില സിസ്റ്റർ നമ്മുടെ കൈവിട്ട് പോകും കേട്ടോ. സിസ്റ്റർ വിജി ബാലാവകാശ കമ്മീഷന്റെ മെമ്പറായിരുന്ന ആളാണ് കേട്ടോ. അടിമാലിയിൽ കാർമൽ സ്കൂളിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളെന്നാണ് എന്റെ ഒരു വിശ്വാസം. സിസ്റ്റർ നമ്മളെ ബ്ലസ് ചെയ്യൂ, കുട്ടികളെ ഒന്ന് ബ്ലസ് ചെയ്യൂ, രണ്ടും സംസാരിക്കും പ്ലീസ്. സിസ്റ്റർ വെൽക്കം. ഹലോ ബ്രഹ്മനായകൻ സാർ, വളരെ പ്രത്യേകം അഭിനന്ദനങ്ങള്. ഇങ്ങനെ ഒരു വലിയ സൈക്ലോത്സവം നടത്തിയപ്പോൾ നമ്മുടെ കുട്ടികളെ ഇതിനകത്ത് പങ്കെടുപ്പിച്ചതില് കേരളത്തിലെ എല്ലാ സ്പെഷ്യൽ സ്കൂളിനും കൂടെ വേണ്ടിയിട്ട് കാർമൽ ജ്യോതി സ്കൂളിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും എല്ലാം പേരില് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇതിന്റെ സംഘാടകർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയണം. എന്തായാലും വളരെ സന്തോഷമായി. പിള്ളേർക്കൊരു ഉത്സവമായിരുന്നു ഇവിടെ. പൂക്കള് പറിക്കാനും സൈക്കിൾ അലങ്കരിക്കാനും എഴുതലും ആ കൃത്യസമയത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് കൊണ്ട് അതെല്ലാം പെട്ടെന്ന് ടീച്ചേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നമുക്കറിയാം, ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് ഇല്ലാതെ കുട്ടികളൊന്നും ചെയ്യാൻ പറ്റില്ല.
നമ്മുടെ ഈ സ്ഥാപനത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നും കണ്ണൂരും സ്റ്റേറ്റ് ലെവലിലുള്ള കുട്ടികളാണ് വീട്ടിലൊന്നും പോകാതെ കൊറോണ കാലത്ത് ഇവിടെ വീടും സഹോദരങ്ങളും കുടുംബമൊക്കെ ഉണ്ടെങ്കിലും പോകാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവരും സംരക്ഷിക്കാൻ ആരുമില്ലാത്തവരൊക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ട്. പിന്നെ മുതിർന്ന കുട്ടികൾ ഇവിടെ വളരെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, സീനിയർ ഗ്രൂപ്പിലെ കുട്ടികള്. അപ്പൊ അവർക്കൊക്കെ ഈ അവധിക്കാലത്ത്, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് ഭയങ്കര സന്തോഷമായി. അവർക്ക് ഒരു ആക്ടിവിറ്റി ഇതിനകത്ത് വന്നത്. ഇതിനെല്ലാം പിന്നില് ബ്രഹ്മനായകൻ സാറിന്റെ കരങ്ങളാണെന്ന് അറിയാം. എന്തായാലും പ്രത്യേക അഭിനന്ദനങ്ങള്. ഇനി സമ്മാനം എന്താണ് കിട്ടുന്നതെന്നാണ് പിള്ളേർ ചോദിക്കുന്നത്. അതിനിങ്ങടെ ഒരു ഉത്തരം പറഞ്ഞാൽ സന്തോഷം. അത് പറയുക. ആ കാണുന്നതെല്ലാം അവിടുത്തെ കുട്ടികളാണ്, സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളല്ല. നമ്മുടെ കുട്ടികൾ അവിടെ ഇപ്പം 26 കുട്ടികൾ ഇവിടെ ഉണ്ട്. വീട്ടിൽ പോകാത്ത കുട്ടികളാണ്. ഇത്രയും പേര് നമ്മുടെ സൈക്ലോസിനെ കണ്ടോണ്ടിരിക്കുകയാണല്ലേ. താങ്ക് യു സിസ്റ്റർ. നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സ്ഥാപനം ആയതുകൊണ്ട് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികള് വീട്ടിൽ പോകാൻ പറ്റാത്ത കുട്ടികളാണ്. പിന്നെ വീടും സാഹചര്യങ്ങളും ഇല്ലാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം അവരുടെ വീടാണ് കാർമൽ ജ്യോതി. സന്തോഷം സിസ്റ്റർ, വളരെ വളരെ സന്തോഷം. അപ്പോ പ്രകാശ് ജി കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, കാണുന്നുണ്ടോ? ആ പുള്ളിക്കാരൻ ശരിക്കും നന്ദി പറയേണ്ടത് ഈ സൈക്ലോത്സവത്തിന്റെ ഉപജ്ഞാതാവ് തന്നെ നമ്മൾ ഈ കുട്ടികളുടെ ഒരു സാധനം നമ്മളിവിടെ ഇന്ന് കൂട്ടിച്ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ സിസ്റ്റർ. താങ്ക് യു, നല്ല വാക്കിനൊക്കെ നന്ദി. ഈ ദിവസം ഏറ്റവും ധന്യമായത് നിങ്ങളെല്ലാം സാന്നിധ്യത്തിലാണ്. ഒരാളല്ല, ഒരു പ്രസ്ഥാനം മുഴുവൻ അവിടെ ഇരുന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്ത് സന്തോഷം. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. താങ്ക് യു. Thanks a lot, Brahma sir and sister. എല്ലാവരുടെയും മുഖത്തുള്ള സന്തോഷം കാണാൻ നമുക്ക് മനസ്സ് തൃപ്തി. Thank you a lot for all the participation. Next, I would like to welcome Arun sir to address the gathering. Arun sir. ഹലോ കാണാലോ അല്ലേ? യെസ്. അപ്പം വളരെ സന്തോഷം. ഇപ്പം ബ്രഹ്മൻ സാറ് പറഞ്ഞ പോലെ ഞാൻ ബ്രഹ്മൻ സാറുമായിട്ട് നമ്മുടെ ഈ വിശിഷ്ട കഴിവുകളുള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി കുറച്ച് കാര്യങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ സൈക്ലോത്സവത്തിന്റെ ഇന്നത്തെ ഒരു വലിയ വിജയം, ഇപ്പൊ സിസ്റ്റർ ആ ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചത് വളരെ വലിയൊരു അനുഭവമായി. ഉള്ളവർക്ക് 100,000 നന്ദി പറയുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ സൈക്ലോത്സവത്തിന്റെ ഈ പ്രകാശ് ചേട്ടനും എസ്പെഷ്യലി ദ എൻറ്റയർ ബൈസിക്കിൾ അംബാസഡേഴ്സ്, ഇങ്ങനെ ഈ ഒരു ഫസ്റ്റ് മീറ്റിംഗിൽ ഞാനിതിൽ പങ്കെടുത്തിരുന്നു. അന്ന് പറഞ്ഞതാണ് ഈ മുതിർന്ന ആൾക്കാരെല്ലാം മാറിയിട്ട് ഈ കുട്ടികളെ കാര്യങ്ങൾ ഏൽപ്പിക്കണമെന്ന്. അത് വളരെ നന്നായിട്ട് ഏൽപ്പിച്ചു, വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഇതിന് എല്ലാവർക്കും നന്ദി. ഈ സംഘാടകർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. വലിയൊരു പ്രചോദനമാണ് ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് മുഴുവൻ ലഭിച്ചത്. പ്രത്യേകം നന്ദി. എല്ലാ സംഘാടകർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു. Thank you, sir. Thanks a lot. Seeing a great participation and a great enthusiasm among the participants of various competitions, we are really grateful and thankful to all of you. Now, I welcome the Intercycling Executive Member, Ranjini Prakash Gobinathan, to address the gathering and for the vote of thanks. Madam, please. Hello. Yes, Keka. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇതിൽ പങ്കെടുത്ത ഏവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതിൽ ഡോക്ടർ ഇന്ദു മാമിന് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിൻ്റെ പേരിൽ ഇത്രയും സമയം നമ്മളോടൊപ്പം പങ്കെടുത്ത ഇന്ദു മാമിന് ആദ്യമായി ഇന്റർസൈക്ലിംഗ് എംബസിയുടെ പേരിലും കോർപ്പറേഷൻ ബ്രിഗേഡ് ബൈസിക്കിൾ ബ്രിഗേഡ് എന്ന ഇതിൻ്റെ പേരിലും അംബാസിഡേഴ്സിന്റെ പേരിലും ഞാൻ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ബ്രഹ്മനായകം സാറിനാണ്. സ്പെഷ്യൽ കലോത്സവം എന്ന ആശയം തന്നെ സാറിൻ്റെ ഇതിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ കുട്ടികളെയും അഡ്രസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയത് സാറിൻ്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്.
സാറ് ഈ ഞങ്ങൾക്ക് വേണ്ടി സാറിന്റെ വിലയേറിയ സമയം ചെലവഴിച്ചതിലും ആ കുട്ടികളെ കൂടെ ഇതിൽ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ അവർക്ക് സാറിന് നന്ദി പറയുന്നു. ഇന്ത്യ സൈക്ലിംഗ് എംബസിയുടെ പേരിലും എല്ലാ കുട്ടികളുടെ പേരിലും ഇതിൽ കോർപ്പറേഷൻ ബ്രിഗേഡ് ബൈസിക്കിൾ ബ്രിഗേഡിന്റെ പേരിലും സാറിന് നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത ഒരാളാണ് ബ്രഹ്മനായകം സാറ്. സാറിന്റെ പ്രചോദനം നൽകുന്ന വാക്കുകൾ നമ്മൾക്ക് ഏവർക്കും എല്ലാ Hello, Rajini Aunty. സൈക്കിൾ കലോത്സവത്തിലേക്ക് പങ്കെടുപ്പിക്കുകയും എല്ലാവരുടെയും ഇതിന്റെ ഫോണിന്റെ പ്രശ്നമാണോ അല്ലാതെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും കുട്ടികളെ അവിടെ താമസിച്ച് സൈക്ലോത്സവത്തിന് പങ്കെടുപ്പിച്ചതിന് സിസ്റ്റർ ബിജിയോട് വളരെയേറെ നന്ദിയുണ്ട്. ഞങ്ങളുടെ ഇന്ത്യ സൈക്ലിംഗ് എംബസിയുടെ പേരിൽ ഞാൻ സിസ്റ്ററിന് നന്ദി പറയുന്നു. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അവരുടെ പാരന്റ്സിനും ഞാൻ നന്ദി പറയുകയാണ്. പാരന്റ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ കുട്ടികൾ സ്വയം പങ്കെടുത്ത കുട്ടികൾ വിരളമാണ്. പാരന്റ്സ് അവരെ എല്ലാത്തരം സപ്പോർട്ടും കൊടുത്ത് അവരെ പങ്കെടുപ്പിച്ചതുകൊണ്ട് എല്ലാ പാരന്റ്സിനും എൻ്റെ വിനീതമായ കൂപ്പുകൈ. എല്ലാ ഇന്ത്യ സൈക്ലിംഗ് എംബസിയുടെ പേരിൽ ഞാൻ പാരന്റ്സിനെ എല്ലാം നന്ദി പറയുന്നു. പിന്നെ ഇത് പങ്കെടുത്ത കുട്ടികളാണ്. ബൈസിക്കിൾ അംബാസിഡേഴ്സ് കുട്ടികളുടെ അവരുടെ ആലോചനയിലും സംസാരത്തിലും ആശയപരമായി അവര് രൂപം കൊണ്ടുവന്നതാണ് ഈ കൈലോത്സവം എന്നൊരു ആശയം. അത് ഈ കൊറോണ കാലഘട്ടത്തിൽ എത്രത്തോളം വിജയകരമാവും എന്ന് തുടക്കത്തിൽ ഞങ്ങൾക്ക് സംശയം തോന്നിയിരുന്നു. എങ്കിലും അവരുടെ ഒരു ആവേശം കണ്ടിട്ട് നമ്മൾ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ മുന്നിൽ നിന്ന് നിങ്ങൾ ഇത്രയും ആവേശവും അതുപോലെ ഐഡിയാസും ഉള്ള നിങ്ങൾ മുന്നിൽ ഇറങ്ങുക, ഞങ്ങൾ പിന്നിൽ നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞ ആ കുട്ടികളാണ് ഇത്രയും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനും അവർ തന്നെ ജഡ്ജസിനെ കണ്ടുപിടിക്കുകയും എല്ലാം ചെയ്തത്. അപ്പോൾ ആ കുട്ടികൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അവർ നമ്മൾ തന്നെയാണെങ്കിലും അവർക്ക് പ്രത്യേകമായി നന്ദി പറയേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അവരുടെ അത് വിജയകരമായി പൂർത്തീകരിച്ചപ്പോൾ അവരുടെ ഒരു ആവേശം കാണണമായിരുന്നു. അവർ വിചാരിച്ചതിലും ഭംഗിയായി നടന്നു എന്നുള്ളത്. അത് നടത്താൻ സാഹചര്യം ഒരുക്കിയ എല്ലാവരോടും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ത്യ സൈക്ലിംഗ് എംബസിയുടെ പേരിൽ മാനേജിംഗ് ട്രസ്റ്റിയും ബൈസിക്കിൾ അംബാസിഡറുമായ പ്രകാശ് പി ഗോപിനാഥിന്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. Thank you, Rajini Aunty. It is indeed a moment of joy and pleasure that the Cyclotsavam 2020, the festival on pedals, has come to an end. And I hopefully welcome Prakash P. Gopinath ji, Cycle Prakash sir, for telling or to release that the second version of Cyclotsavam 2020, the festival on pedals, will be back soon with the same enthusiasm, with the same zest. Cycle Prakash ji, please declare the first Cyclotsavam completely closed and the second version of Cyclotsavam open. Am I audible? Yes, sir. Yes. Thank you all once again, especially Dr. Indu Madam, Brahmanayagam sir, Arun, Munir,
and all my friends, all my bicycle ambassadors who are working tirelessly for the last 1 week for making this a great success. Actually, this is the result of these youngsters who work day and night. Of course, day and night they work, and I'm very happy. And we should take it forward, bringing more and more children and elders to cycling. That's what we should aim at. And with this, I conclude my words, declaring Cyclotsavam 2020 closed, and the next Cyclotsavam will be on October 8, 2021. Thank you very much. Thank you, Prakash ji. With that, it is the end of the first virtual International Bicycle Festival of India, Cyclotsavam 2020, the festival on pedals. This is not just the end of a festival, but the beginning of another great event. With the same enthusiasm, with the great support, with the great cooperation as a family together in the Cycling Embassy, bicycle ambassadors, bicycle mayors, Bicycles World, Kumbhal Organization, Green Army, and all other organizations together with the Municipal Corporation Trivandrum, here signing off from the first Cyclotsavam. Thank you all. Thank you for the participation. And ഇരുളും വെളിച്ചവും നേരും അസത്യവും നമ്മുടെ ഉള്ളിൽ തന്നെ. ഇരുളും വെളിച്ചവും നേരും അസത്യവും നമ്മുടെ ഉള്ളിൽ തന്നെ. കണ്ണും മൂക്കും ചെവിയും കൂർപ്പിച്ചു. നിന്നും നിരന്നും ചാഞ്ഞും ചരിഞ്ഞും മുന്നോട്ട് മുന്നോട്ട് ചവിട്ടി നീങ്ങിടാം. നിന്നും നിരന്നും ചാഞ്ഞും ചരിഞ്ഞും മുന്നോട്ട് മുന്നോട്ട് ചവിട്ടി നീങ്ങിടാം. കണ്ണും മൂക്കും ചെവിയും കൂർപ്പിച്ചു. ഇരുളും വെളിച്ചവും നേരും അസത്യവും നമ്മുടെ ഉള്ളിൽ തന്നെ. കണ്ണും മൂക്കും ചെവിയും കൂർപ്പിച്ചു. മുന്നോട്ട് മുന്നോട്ട് ചവിട്ടി നീങ്ങിടാം. മുന്നോട്ട് മുന്നോട്ട് ചവിട്ടി നീങ്ങിടാം. നിന്നും ഇരുന്നും ചാഞ്ഞും ചരിഞ്ഞും മുന്നോട്ട് മുന്നോട്ട് ചവിട്ടി നീങ്ങിടാം. കണ്ണും മൂക്കും ചെവിയും കൂർപ്പിച്ചു. സൈക്കിൾ പാതകളായി നീളട്ടെ. നിന്നും ഇരുന്നും ചാഞ്ഞും ചരിഞ്ഞും മുന്നോട്ട് മുന്നോട്ട് ചവിട്ടി നീങ്ങിടാം. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കുതിച്ചു നീങ്ങിടാം. കണ്ണും മൂക്കും ചെവിയും കൂർപ്പിച്ചു. ഇരുളും വെളിച്ചവും നേരും അസത്യവും
Here we have reached the end of the first International Virtual Bicycle Festival of India. This is not the end. It is the beginning of another festive. We can see the festive mode. Let us celebrate cycling. Let us celebrate the new nature filled with greenery, with enthusiastic cyclists. Thank you all for your pleasurable participation. Have a good night and a pleasant future ahead. Thank you all. Thank you all the participants, judges, and the speakers who have joined with us. I request all the participants to kindly leave the meeting as the meeting has been concluded. Thank you. Participants, kindly note, we will be sending the winners certificates, and the participants will also receive certificates through their registered email ID. Thank you for your wonderful participation. I repeat, all the participants and the winners will be receiving certificates through their registered email ID. Thank you all once again. എല്ലാ പാർട്ടിസിപ്പൻസിനും ഓൺലൈൻ ജിമെയിൽ വഴി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. നന്ദി.